ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കണ്ണൂർ വന്നിട്ട് രണ്ടാം ദിവസമാണ്. കണ്ണൂർ വന്നിട്ട് സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് കാണാതെ എങ്ങനെയാണ് മടങ്ങുക? അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഫോർട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളായാലോ? പഴയകാല സമുദ്രയാത്രകളുടെയും പോർച്ചുഗീസുകാരുടെയും ചരിത്രം നിശബ്ദമായി പറയുന്ന ഈ കോട്ട ഇന്നും കണ്ണൂരിൻ്റെ ഹൃദയത്തിൽ ഏകദേശം 11 ഏക്കറിലായി തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. 1505 ഇന്ത്യയുടെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഡോം ഫ്രാൻസിസ് ഡി അൽമേഡയുടെ നേതൃത്വത്തിൽ ത്രികോണാകൃതിയിൽ പണികഴിപ്പിച്ച ഈ കോട്ട അറബിക്കടലിനെ നിരീക്ഷിച്ചിരുന്ന ശക്തമായ ഒരു നിരീക്ഷണ പ്രതിരോധ സംവിധാനമായിരുന്നു. തുടർന്ന് ഈ കോട്ട ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൈയടക്കുകയും അവരുടേതായ മുദ്രകൾ പതിപ്പിച്ച് നവീകരിക്കുകയും ചെയ്തു. കോട്ടമതിലുകൾ ഇന്നും അവരുടെ കാലത്തിൻ്റെ കഥകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അറക്കൽ രാജവംശത്തിൻ്റെ ചരിത്രവും ഇതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ഭരണാധികാരികളായ അറക്കൽ കുടുംബം ഈ കോട്ടയെയും അതിനോട് ചേർന്ന കടലിനെയും നിയന്ത്രിച്ചിരുന്ന കാലം കണ്ണൂരിൻ്റെ സുവർണ യുഗങ്ങളിലൊന്നായി ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടു. കോട്ടയുടെ മുകളിലേക്ക് കയറുമ്പോൾ കണ്ണൂരിൻ്റെ തീരപ്രദേശവും നീലക്കടലും ആകാശത്തിൻ്റെ നീലിമയും ഇഴചേർന്നൊരു ദൃശ്യമികവായി നമുക്ക് അനുഭവപ്പെടുന്നു. സന്ധ്യാസമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ സൂര്യൻ കടലിനോട് വിട പറയുമ്പോൾ നമ്മളും ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറും. കൂടുതൽ വിശേഷ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ.